പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലും മോക്ക് പോളിംഗിൽ പൊരുത്തക്കേട്. 9 വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ വിവിപാറ്റിൽ 10 രസീതുകൾ ലഭിച്ചുവെന്നാണ് പരാതി. സാങ്കേതിക പ്രശ്നങ്ങളാണെന്ന് ജില്ലാ കളക്ടർ വിശദീകരിച്ചു. തിരുവനന്തപുരത്ത് മരിച്ചയാളുടെ പേരിൽ തപാൽ വോട്ട് അനുവദിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വോട്ടെടുപ്പിൽ സുരക്ഷ ഉറപ്പാക്കാൻ 8 മണ്ഡലങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലെ 36-ാം ബൂത്തിലെ മെഷീനിലാണ് പൊരുത്തക്കേട് കണ്ടെത്തിയത്. 9 വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ വിവിപാറ്റിൽ ലഭിച്ചത് 10 രസീതുകൾ. അധിക സ്ലിപ്പ് BJP സ്ഥാനാർത്ഥിയുടെ പേരിലാണ്. UDF പൂഞ്ഞാർ മണ്ഡലം കമ്മിറ്റി പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. സാങ്കേതിക തകരാറാണെന്നും പ്രശ്നം അപ്പോൾ തന്നെ പരിഹരിച്ചെന്നും കളക്ടർ പ്രേംകൃഷ്ണൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് മരിച്ചയാളുടെ പേരിൽ തപാൽ വോട്ട് അനുവദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. ഭിന്നശേഷിക്കാരും 85 വയസ്സ് കഴിഞ്ഞവരും ചെയ്ത പോസ്റ്റൽ വോട്ടുകൾ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് UDF പരാതി നൽകി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തിയതിന് 5 പേർക്കെതിരെ എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസെടുത്തു. വോട്ടെടുപ്പിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കേരളത്തിലെ 8 മണ്ഡലങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് വെബ്കാസ്റ്റിംഗ് ഉണ്ടാവുക. വടകര ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് UDF നൽകിയ ഹർജിക്കുള്ള മറുപടി സത്യവാങ്മൂലത്തിലാണ് കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇരട്ട വോട്ട് പ്രശ്നത്തിൽ തീർപ്പുണ്ടാക്കിയതാണെന്നും കമ്മീഷൻ അറിയിച്ചു. 3431 ഇരട്ട വോട്ട് കണ്ടെത്തി നീക്കം ചെയ്തെന്നാണ് വിശദീകരണം. ന്യൂസ് ഡെസ്ക് 24.